ഇങ്ങനെ ഒന്ന് എടുക്കണല്ലേ? ഫുള്ള് കാണിച്ചു. കിട്ടിയോ? വാ 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 നമ്മളെ കുറ്റൂർ പോണ വഴി ഇങ്ങനെ റോഡിൽ പാസ് ചെയ്തോണ്ട് വഴി നമ്മൾ ഫെറി കണ്ടു. അപ്പൊ ഇവരടുത്ത് ചോദിച്ചത് എങ്ങോട്ടാ പോണത്. അപ്പൊ ഒരു പറയണേ പിന്നെ കുറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ഫെറി വഴി കയറിയിട്ടും പോകാൻ പറ്റുന്നു. അപ്പൊ നമ്മള് ഫെറിക്ക് വേണ്ടിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലാണ് പോണത്. ഫെറിക്കുള്ള ടിക്കറ്റ് കിട്ടി. അപ്പൊ നമ്മളെ യാത്ര ഇന്ന് നമ്മളെ ബീച്ചല്ലേ? ബീച്ചിലൂടെ നമ്മൾ കാറ് കയറ്റിയിട്ടുള്ള ഒരു യാത്രയാണ്. നമുക്ക് നോക്കാം എത്രത്തോളം അടിപൊളിയാണെന്ന്. ഓക്കെ, സോ ഗൈസ് കം ഓൺ. €1,000 ആണ് നമ്മളെ കാറിന് ഇവിടെ റേറ്റ്. ഈ ഒരു കാറ് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മളെ പ്ലാനിലില്ലാത്തൊരു സാധനമാണ്. ഇതിനുള്ള സാധനം ടിക്കറ്റ് എന്നുള്ള എടുത്ത് Goodbye. നല്ല വൈബ്. മാപ്പ് ഇതില് കാണിച്ചു കൊടുക്കടാ. ഇത് പറഞ്ഞു കൊടുക്ക്. നമ്മള് കുറ്റൂർ പാസ് നെക്സ്റ്റ് സ്ഥലത്താണ് എത്തുക. ഫാരിസെ നമ്മളിപ്പോ ഇവിടെ ഉള്ളത് തുടങ്ങിയിട്ടില്ല, നമ്മള് പാർക്ക് ചെയ്തിട്ടുള്ളൂ. അവിടെ അമ്മ അങ്ങോട്ട് പോവാ. അവിടെ അടിപൊളിയായിട്ട് ഇത് കാണാം. ഹായ്, we are like അവർക്ക് വീഡിയോ എടുക്കാം, പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഹലോ പോയോക്കാം. സൈഡിൽ നിൽക്കാൻ പറ്റും. ഇല്ല പറ്റില്ലടാ. നമ്മളെ വണ്ടി അത് കപ്പിത്താൻ. അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. കയറാൻ പറ്റില്ല കേട്ടോ. കപ്പിത്താന്റെ സ്ഥലമാണ്. നമ്മ ഇതുവഴി പോയി കഴിഞ്ഞാൽ ഇത് കാണാം. അവിടെ നിന്ന് മൗണ്ടന്റെ വ്യൂ അങ്ങോട്ടാ. അപ്പുറം പോകാൻ പറ്റുണ്ടാവില്ല അല്ലേ? ഇല്ല ഇതുവരെ വരാൻ ഇവിടെ ബ്ലോക്ക് ചെയ്ത് കാണാൻ. എവിടെ കൊണ്ടാൻ ഫോട്ടോ എടുക്ക്. പക്ഷെ എന്താണ് എക്സ്പീരിയൻസ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ? നമ്മൾ പ്രതീക്ഷിച്ചില്ലാട്ടോ. പ്രതീക്ഷിക്കാതെ തന്നെ ഒരു ഫെറി കിട്ടി. എന്തൊക്കെ പ്ലാനുകൾ ഒരാഴ്ചക്കുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് വണ്ടി എടുത്തിട്ടു. ജങ്കാറ് കണ്ടു, കേറ്റടാ വണ്ടി ഒറ്റ മൈൻഡിൽ നേരെ വണ്ടി. അല്ല, നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലമല്ലത്. നമ്മൾ പോണ റൂട്ടല്ല ഇത്. എങ്ങട്ടാന്നില്ല നമുക്കറിയില്ല. നമ്മളവിടെ ചോദിച്ച് ഏതൊരു സ്ഥലം പറഞ്ഞു. മാപ്പിൽ നോക്കുമ്പോ ആ വഴിക്കും നമുക്ക് പോകാം, പക്ഷെ നമ്മൾ ഇട്ട റൂട്ടൊന്നും അല്ല. എന്നാ പോവാ കേറ്റിയാറിന് ജങ്കാറ് കയറി അങ്ങോട്ടേ പോവാ. പിന്നെ ബാക്കി അവിടുന്ന് പോയി നോക്കാതെ ആറ് മണിക്ക് അവിടെ പോകും. ഇവിടെ പോകണം കറക്റ്റ് ടൈമിങ്. അല്ല, ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് കുറ്റൂർ എത്തുന്നു. പക്ഷെ എന്തായാലും 1 മണിക്കൂർ എടുക്കും. ഇവിടുന്ന് 35 മിനിറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ട്രക്കൊക്കെ കയറണതാ. എന്താറിയോ എനിക്കോ കരപിടിക്കാം ശ്രാങ്കെ. ഒരു നീർനായനെ സെറ്റ് ചെയ്ത് വെക്ക്. കരപിടിക്കാ. എടാ കുടം കിട്ടോ? കുടം. ഓഹോയ് ജങ്കരമുങ്ങി ഒരു കുടം പിടിച്ചോ. ഓഹോയ് ഇറ പോവാ. മാഷാ അല്ലാഹ്.
അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിതാ ഫെറിന്ന് ഇറങ്ങാൻ പോവാണ്. കുച്ചൂർ അവിടെ ഒരു ഇന്ത്യക്കാരൻ നിൽക്കുന്നുണ്ട്. നമ്മള് പുറത്തിറങ്ങി. ഗൂഗിൾ പേ എടുക്കോ? പുത്തൂർ 5 രൂപ. പോട്ടെ. സോ നമ്മളിപ്പോൾ ഇവിടെ എത്തി. നമ്മളിപ്പോൾ മോണ്ടനിഗ്രോയിൽ നമ്മളെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ലേഡി ഓഫ് റോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ലേഡി ഓഫ് റോക്കിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഫുള്ള് മലകളാണ് ചുറ്റും. അതിൻ്റെ അടുത്ത് വീടുകളുണ്ട്, പിന്നെ ബീച്ച്. ഇവിടുത്തെ ഒരു മെയിൻ വിനോദം എന്ന് പറഞ്ഞാൽ ബോട്ടിംഗ് ആണ്. ഒരുപാട് യാത്രക്കാരുണ്ട് ഇവിടെ, ഒരുപാട് യാത്രക്കാർ ട്രാവലേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിങ്ങിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അവരെല്ലാവരും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോവാണ്. This is starting position where we are right now. Let me show you here. Okay, that's fine. We're going on the island Lady of the Rock. Okay. Staying there 20 minutes free time to explore whole island and everything. After that, submarine tunnels. We have 3 like this one. We'll go in one of those, around 100 meters in one of them, turning around inside, going outside. By the way, we built those tunnels to hide some submarines during the war when we were in Yugoslavia. After that, we'll visit Mamul Island. Mamula is a historical place that was Austro-Hungarian prison before. Now they rebuilt that old prison in hotel resort. There is 5-star hotel resort. We'll pass there and you will see whole Mamul Island from the boat. Then we'll go in most famous place, which is Blue Cave. Blue Cave, yeah. The entrance of the cave is like 2 meters high. So we'll go with this kind of the boat inside. Total how many people? So how many people? Around 10 to 12 people can be on the boat. If you're going on the how much group. do you charge for that? 40 euro per person. Sorry? 40 euro per person. 40 euro per person. Yes. Okay, so how long will it take for the whole journey? Whole trip will be 3 hours. 3 hours? Yes. To Okay. see all those places. Okay, that's fine. So this Would you like to join the group? right? No, they're 40 euros per person. That is 4 hours. Okay. So even if we have 10 or 12 members, that doesn't change. The price doesn't change 40 euros per person. per person. Yes. So if we go 2, you charge 40 per person. Yes. Okay, so if we are 8, you take us along with the boat to all those places. We can discuss Yeah. about it. Yeah. You asking me for a private trip, right? Yeah. All right. So we can adjust something. Okay, that's fine. Usually private trip is like little bit more because you paying for privacy, you know. to be alone. Okay. ഗൈസ്, അപ്പോൾ നമ്മളിതാ കയറാൻ വേണ്ടി നിൽക്കുകയാണ് ബോട്ടിൽ. എവിടേക്കാ? Montenegro. ഓളെ പറ്റിച്ച് ഓളെ എന്തോ ഒരു ലോഡ് ആയിട്ട് വന്നത് ഞാൻ ബോക്സ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് വണ്ടി വെച്ച് വണ്ടി എടുത്ത് പോയി. ഏതാ ടീം? അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ടീമുണ്ട് ഇവിടെ. നമ്മൾ കയറാൻ വേണ്ടി നിൽക്കുകയാണ് ബോട്ടിൽ. അപ്പോൾ ഒരു 3 മണിക്കൂർ ട്രാവലിംഗ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് എത്രത്തോളം അടിപൊളിയാണെന്ന്. ഓക്കെ, സെറ്റല്ല? സെറ്റാണ്. അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നു. ഓക്കെ, സോ ഇതാ നമ്മളെ പിള്ളേരൊക്കെ കയറി ബോട്ടിൽ. എല്ലാരും ഇറങ്ങി. ഒരായി കൊടുക്ക്. The Instagram. What's the name of Instagram? Erci podcast. This one, right? ERC. Montenegro. For 20 euros, guys. 10. You said 20. Pay me 20. Let's go. Pay me പോല
അപ്പൊ ഇതാ നമ്മള് ഡ്രൈവിംഗ് സീറ്റിലാണ് നമ്മൾ തന്നെ ഇരിക്കുന്നത്. My friend, no. Very dangerous. Tunnels, Isla Mamla, then Blue Cave. Guys, we can play music, we can make party, we can do all kinds of stuff, okay? If you have any questions, be free to ask. So, that's about it. മച്ചാനെ മലയാളം പഠിപ്പിക്കാൻ എന്തെങ്കിലും അവിടെ പഠിപ്പിച്ചിരിക്കും. Peras is the first port in Bokokotorska Bay. Here was a big trade center and first maritime faculty in Balkan area was here. Now it's more of a touristic place with restaurants, souvenir shops, hotels and stuff. In front of us, this is Lady of the Rock. Lady of the Rock is man-made island. It's made by people of this small town from Peras. Here was a big rock and people from Peras used to sink their old ships here and they used to put stones in it. It took them 8 years to build the island. Then after they built a church, now you have a church, you have museum, you have souvenir shop, you have toilets. It's built in 17th century. This also small island, this is natural island. It's called St. George. St. George is Catholic church and used to be a Perast graveyard. The tradition from people from Perast, they used to bring with boats. They used to bring rocks and flowers, and they put each year in the sea. So every year it become bigger and bigger. Guys, I'll give you here 20 minutes to explore the island, take some pictures or whatever. Okay? Okay. I have the. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ ഒരു 20 മിനിറ്റ്സ് നമുക്ക് ടൈമുണ്ട് ഫോട്ടോ എടുക്കാനും പിന്നെ കാണാനൊക്കെ. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു ചർച്ച് ഈ ഒരു ഐലാൻഡിൻ്റെ സെൻറ്ററിലാണുള്ളത്. കാരണം ചുറ്റും വെള്ളമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം നമുക്കിവിടെ വന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്ന് നമ്മളെ ബോട്ടിൽ ഇങ്ങനെ വരുമ്പോൾ കാണുന്ന ഒരു ഫീൽ ഭയങ്കര രസമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ്സ് ഉണ്ടാവും. കാരണം ഇതിന് ചുറ്റും മലകളാണ്. ഇത് മോണ്ടിനെഗ്രോൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ഭയങ്കര ഫുൾ ഒരു സൈഡിൽ ഭയങ്കരമായിട്ടുള്ള മലകളും പിന്നെ അതിൻ്റെ ചുറ്റും വെള്ളവും. അതാണ് ഇവിടുത്തെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഒരു മോണ്ടിനെഗ്രോൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ഉണ്ടാവും. ബാക്കി ഇനി നമുക്കൊരു 4-5 സ്പോട്ട് കാണാനുണ്ട്. നമുക്ക് ടോട്ടൽ അലക്കേറ്റ് ചെയ്തിട്ടുള്ളത് 3 hours ആണ് ഈ ബോട്ടിൽ. അപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പുറപ്പെടും. ഗൈസ്, അങ്ങനെ നമ്മുടെ ബോട്ട് ട്രിപ്പിത്തെ ഫസ്റ്റ് സ്പോട്ടാണിത്. ഇതൊരു മാൻമെയ്ഡ് ഐലൻഡ് ആണ് കേട്ടോ. ടോട്ടലി ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ ലോക്കൽ റെസിഡൻസിന് ഇവിടെ വന്നിട്ട് ഷിപ്പിൽ വന്ന് ബോട്ടിലൊക്കെ വന്ന് നിർമ്മിച്ച ഒരു മാൻമെയ്ഡ് ഐലൻഡ് ആണ്. 8 വർഷത്തോളം എടുത്തിട്ടാണ് കേട്ടോ ഈ ഐലൻഡ് ഉണ്ടാക്കിയത്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അടിപൊളി വ്യൂ ആണ്. നമുക്കിങ്ങനെ ഇത് കാണാം. ഓക്കെ, മതി. So guys, in front of us, this is Island Mamula. Island Mamula used to be prison back in the days, but now it's a 5-star hotel. They built it as 5-star hotel. Hotel is brand new. It's from 2017-18. Before we made tours with Island Mamula, but now it's private, so we cannot come. Did you maybe see in the movie Papillon or something like that? Papillon, the new one. If you check it. Is it a Bollywood movie or? No, it's I think Hollywood. Hollywood. Yeah, Hollywood movie. They used to film it here, so if you watch a movie, you can kind of relate how it used to look like. This little fortress is Arza, Mamula, and this one it's called Rtoshto. Used to be first line of defense in Sabaryatak Bokokotorska Bay.
Now this is hotel, this is radio station, and this is by the way, this part here, this is Croatia. This is Croatian territory. Yeah, we are very near Croatia, and we cannot come there obviously because the police will catch us. And what is the name of this hotel right now? It's Mamula, also the Mamula. It's called the Mamula. It's a very expensive hotel. The only way you can come here is by boat or by helicopter or something. We cannot enter that part of the sea as well for the Croatian part. No, we cannot. Not even the waters. No. So what's the borderline here? Borderline, I think in the middle of this. But they will not catch you. They will call you first on the radio and after. And if you don't go away, they will come and they will search for everything. But how do they understand if it's a Croatian ship or No matter, you have to call, you have to do the paperwork. But you can, if you do 12 miles, if you go 12 miles and exit Montenegro, you can go wherever you want. But if you count 12 miles inside of it, it's called the waters of Montenegro, waters of Croatia, and they will check you out and they will call you or something. So you cannot come by sea and, like for example, Italy, it's I think 5 hours away from it. We can come to Italy, but if you go there, somebody will stop us. Yeah, probably they will thinking we are smuggling something or So that's the reason why. There is no like such a kind of like customs checkpoint or something like that. No. Well, they used to be like you have to send them documents. Yeah. You have to say why are you coming, where are you coming, what's your crew list, everything. But if you go like this, and first of all, it's not safe to come with this boat. This one, yes. If you want to really to go, you need to. We need to have a big one or something like that. Yeah, you need to have passports. You need to do controls. You need to do all that. Yeah, all good. This is a new information. ഇതൊരു പുതിയൊരു അറിവാണ്. ബാക്കി എല്ലാ അറിവും എനിക്ക് അറിയാം ഇത് മാത്രം പുതിയ അറിവ്. നമ്മളിങ്ങനെ കള്ളക്കടത്തെന്ന് വിചാരിക്കുന്നു പറഞ്ഞ ഇങ്ങനെ പോയാല് ഇത് ഹോട്ടലാണ് ഇപ്പോ ആദ്യം ജയിൽ പിന്നെ ഇപ്പൊ ഹോട്ടലായി. It's last year, I think, in Second World War, it's as loose as a prison. And after that, it used to look same like this. It's a little bit older, so for 50 years it was done nothing. And after they decided, when we plan to come to this hotel, we need to book it, and they will arrange the transportation from Montenegro. They will offer you the boat, the boat service, and from here you can offer the boat, you can offer the skipper, and you can go wherever you want. Of course, you need to pay probably extra charge, but that's. Or if you have helicopter, you can drive around. അതുണ്ട് തക്കോ എടുക്കുമെന്ന് പറയുന്നുണ്ട് മറ്റേ അതൊന്നും എടുത്തിട്ട് ഡ്രോണിൽ പോവാ ഡ്രോണിലോ ഹെലികോപ്റ്റർ Yeah, we draw. Where are we going next? Yeah, there is small sharks. I'm kidding. There is a tuna. Tuna fish is popular here. Zubata, Torada. There is. I think tuna can be around 100 kilograms. Here? Yeah, here. Actually, there is a like competition. Can we see? Well, if it's very hard. Maybe shark? Shark we can No. വെള്ളത്തിന്റെ മുകളിൽ വരുന്ന ഫിഷ് അല്ല അതുകൊണ്ടാണ് കാണാൻ പറ്റില്ല കൂടുതലും അടിയിലാണ് ഇത് താമസിക്കുക. There is no shark sea. This is very safe sea. Only sometimes dolphins came with the cruise ships. Dolphins, yeah. But that's of the sea. It's Mediterranean Sea basically, but we call it Jadransko more. അറിയില്ല അത് യാത്ര. So now we are going to. We are going to Blue Cave. So the blue cave like this. Yeah, Blue Cave like this. Do you have any like suggestion for seafood from Montenegro? Seafood? Did you try the mussels? No. We come through the couple of mussel farm, so we can check it out. Like it's cheap or? Well, it's cheap. It's all depends, but it's cheap, but it's very good seafood, and it's not. You can suggest any restaurants or something like that. Yeah, we have Ribarsko Selo. Okay. You have Adriatica. You have a couple of very nice. You have Kont in Perast Hotel and also restaurant. You have really very nice looking and very delicious. Eat from here, like which restaurant you go? Ribarsko Selo. It's actually very near here. I can show you if you want to eat or something. I can show you. But you have a couple of them in Old Town Kotor. You have a couple of very nice restaurants, so you can check it out. Ribarsko All depends. All the Ribarsko Selo. Yes. Ribarsko That's seafood.
Mediterranean food, and you have also the national food inside it. You have the national dish of Montenegro is prosciutto, olives, and everything. ഗ്രില്ല് ആണേതായാലും കിട്ടിയില്ല. ഗ്രില്ല് മീൻ പിടിക്കാൻ നൽകാം. നമ്മളെ ചതിക്കും എന്താ അറിയില്ല ഏതായാലും ഗ്രില്ല് മീൻ പിടിക്കാം. 100 കിലോ ഉള്ള Salmon fish here. Probably, but I'm not sure do they. Okay. So next we are going to the interview Radim. He asking does I need help? Race, huh? റേസ് കം ഓൺ ഗയ്സ്, നമ്മൾ അടുത്തായിട്ട് റേസിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിടിച്ചിരുന്നോളി മക്കളെ, അപ്പൊ പാറും എല്ലാരും. ഒരു ലൈഫ് ജാക്കറ്റ് എടുക്കണം, നല്ലത് എനിക്ക് തോന്നുന്നുണ്ട് ഈ നിമിഷത്തിൽ. സുഭാഷ് One tunnel, one submarine. Yes, in one tunnel, one submarine. So they used to keep it because this is perfect protection against them. Nobody, and these doors, when it's closed, look the same like the mountain. So it used to be a perfect camouflage for air forces. Nobody can see it. This is made up of rocks. The closing doors, right? Yes. No. This it's material. It's very light material that look like a rock. So when it's closed, to look like it. And this hole used to be bombed in 90s. So nothing can be done here. This city in front of us, it's called Herceg Novi. The city on the right, we'll see, it's called Tivat. So Tivat Kotor and Herceg Novi make Kotorska Bay. Kako ide dole? Na Marinela. Sate? പറയുന്നത് ഒന്ന് പറയട്ടെ. ഞാൻ പറയണോ? മനസ്സിലായോ? ഇതിപ്പോൾ നമ്മളിപ്പോൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് 17th സെഞ്ച്വറി സെർബിയ, ബോസ്നിയ, പിന്നെ അതുപോലെ തന്നെ ക്രൊയേഷ്യ, മൊണ്ടനെഗ്രോ, ഈ 3-4 കൺട്രീസും കൂടിയും ഒരു സ്ലാവിക് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് 3 സബ്മെറൈൻസ് ആണ് ഇവർ മൊത്തത്തിൽ വാങ്ങിയത്. അപ്പം ഇവിടെ സബ്മെറൈൻസ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള റിപ്പയറിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അവർ ചെയ്തത്. എന്നിട്ട് ഇതാ ഈ ക്ലോസിങ് ലൈക്ക് ഈ ഒരു സ്ട്രക്ചറാണ് ഒരു ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. കാരണം അത് എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കല്ലൊക്കെ വെച്ച് ഒരു നോർമൽ ഒരു പാറ പോലെ അല്ലെങ്കിൽ മൗണ്ടൈൻ പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്, ഇങ്ങനെ ഈ ഒരു ഇത് കാണിക്കുന്നത്. പക്ഷെ ഇപ്പം ഇപ്പോൾ എല്ലാ കൺട്രിയും സ്പ്ലിറ്റ് ആയപ്പോൾ ഇപ്പോൾ ഇത് മോണ്ടനെഗ്രോന്റെ അണ്ടറിലാണ് ഈ ഒരു ടണൽ വരുന്നത്. ഇനിയും നമുക്ക് 2 ടണലും കൂടി ഉണ്ട്. ഇവർ ഈ 17th സെഞ്ച്വറിയിൽ സ്ലാവിക് ഉപയോഗിച്ച 2 ടണലും കൂടി നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്. ലെറ്റ്സ് ഗോ. ഓക്കേ, അപ്പൊ ഇനി അടുത്തത്. So guys, we are now going to the island Mamula. Okay. It's open sea, so maybe a bit bumpy. No worries, it's gonna be fine, okay? ചാടി നിൽക്കാനാ പറഞ്ഞത്, ഒരു പ്രശ്നമില്ല, ദമ്മിൽ നിന്നോ കേട്ടോ. കടലിൽ ചാടിക്കും. അതെ, Stay safe. കുറച്ച് മുന്നിൽ കിട്ടോളി, അല്ലെങ്കിൽ മുന്നേ വന്നാണ്ട് മാറി കേട്ടോ. ഓക്കെടാ. ഗൈസ്, അപ്പൊ നമ്മളിതാ ലേഡി ഓഫ് ദ റോക്ക്, നമ്മള് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഓ സോറി, ദിസ് ഈസ് എ കേവ്. ഓക്കെ, എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. അവിടെ ഇരിക്കില്ല, തിങ്സ് മൊത്തം ഉണ്ട്. സോ തകു, എന്താ പറയാനുള്ളത്? Sorry, yes, you want to swim? അടിപൊളി. Swim, or do we have a better place? We have a little bit. I recommend that we go outside because here was the boats, a couple of boats will come. So maybe better that we go outside where is the clear road. So we can go there. Yeah, sure. Let's go there. Yeah, definitely. Yeah, bro. എന്റെ മോനെ വെള്ളം എന്നൊക്കെ പറഞ്ഞു, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. സുഭാഷ്
എന്റെ മോനെ ആ ഫോണാ അടിപൊളി ജൂനിയസേ. ഓ രക്ഷയില്ല കേട്ടോ പ്ലേസ്. കാണുമ്പോ തന്നെ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിരുന്നേ ആ ഒരു വൈബ്, പടച്ചോന്റെ അനുഗ്രഹം നമ്മൾ ഇവിടേക്ക് എത്താനത് കാണാനും എന്താ ബ്യൂട്ടി ഉള്ള പറയാ. അതെ, നിങ്ങളിപ്പോ എനിക്ക് മൈക്ക് തരുന്ന കുറച്ച് മുമ്പ് സെഫിർ കാണിച്ചു കാണും. ആ പാറന്റെ റോക്കിന്റെ അടിയിൽ ബ്ലൂ കളറിൽ പക്കാ ബ്ലൂ, ഇതാണ് ബ്ലൂ കേവ്. മസ്റ്റ് എന്തായാലും യൂറോപ്പിലൊക്കെ ഉള്ള ആൾക്കാർ എന്തായാലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ മിസ്സാണ്. കാരണം ഇവിടെ എത്തിയിട്ടും ഈ മോണ്ടനെഗ്രോ ഇവിടെ ക്രൊയേഷ്യ ഭാഗത്തു നിന്ന് എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതൊരു മിസ് തന്നെയാണ്. അതെ, ഞങ്ങൾക്ക് ഏകദേശം ഇതിൽ 2000-2200 ആ റേഞ്ചിലാണ് INR വന്നത്. പക്ഷെ അതിന്റെ ഡബിള് വെർത്താണിത്. അതിന്റെ ഡബിള് വെർത്താ ഒരാൾക്ക് 150 മുകളിലായോ ഒരാൾക്ക്? ഗൈസ് അങ്ങനെ നല്ലൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടുന്ന് നമുക്ക് ചാടാൻ പറ്റും. ആ മോട്ടറിന്റെ ബാക്കിൽ ചാടരുത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡേഞ്ചർ ആണ്, അല്ലാതെ കുഴപ്പമില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കേട്ടോ. ഇത്രക്കും വൃത്തിയുള്ള വെള്ളം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രക്കും ക്ലിയർ ആയിട്ടുള്ള ഒരു സീ വാട്ടർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ചാടാട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്, സ്വിമ്മിംഗ് അറിയാവുന്ന എല്ലാവർക്കും ചാടാൻ പറ്റും. മുമ്പ് വേണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് തരും, മുമ്പ് വേണമെങ്കിൽ ചാടാം. ഇവിടുത്തെ വെള്ളമാണ് ഷാറൂഖ് ഖാൻ വിരാടില് കൊടുക്കണെന്ന് ഇങ്ങനെ പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞ അത്രയും പ്യുവർ വെള്ളമാണ്. അടിപൊളി വ്യൂ കേട്ടോ. തണുപ്പ് വലിയ തണുപ്പൊന്നും ഇല്ല അല്ലേ ബാബു? നീ ടെസ്റ്റ് ചെയ്തോ? നല്ല വലിയ തണുപ്പില്ലടാ, നമുക്ക് ചാടാൻ പറ്റിയൊരു ടെമ്പറേച്ചർ ആണ്. ഞാൻ തൊട്ടോട്ടെ. തണുപ്പില്ലല്ലോ, പിന്നെ കുഴപ്പമില്ലാത്ത ചൂടുണ്ട്. ഇപ്പൊ ചൂടുള്ള ക്ലൈമറ്റ് ആണ്. പുള്ളിക്കാരൻ എത്ര ലൈഫ് ജാക്കറ്റ് വേണമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഗയാം എന്താണ് പ്ലാൻ? ചാടുന്നുണ്ടോ? ഡൈവ് ചെയ്യാ? സാധേ ചാടുന്നില്ലേ? നമ്മളെ റൈഡൊക്കെ കഴിഞ്ഞു, കഴിഞ്ഞു. ഇവിടെ എത്തി, പുറത്ത് എത്തിയിട്ടുണ്ട്. Trip. I hope it was very good. I hope you enjoyed, guys. I hope you had a nice time in Montenegro. Thank you for very nice company with me. So, this is the first time you controlling Indians as a Guest here? We're in the boat. Yeah, in the boat. Well, actually, no. We have a couple. I drive a lot. I drive 5 years, so I had a couple times. So, what do you think about us? Very good. I had a very pleasant experience. As I say, I used to sail in big boats. I've been to India. It's very nice country. People very friendly. Everybody very good. Thank you so much. We really enjoyed. people you ever saw? Well, you are close. Everybody happy, full of good energy. And that's most important part. That everybody happy, have a good energy. Thank you. Thank you. Okay. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ പരിപാടിയൊക്കെ കഴിഞ്ഞു. 2.5-3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ തിരിച്ചെത്തി. പിന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുളിക്കാൻ പറ്റി, അതായത് ലൈറ്റ് ഓഫ് ദ റോക്കിന്റെ അവൻ്റെ ഉള്ളിൽ കുളിക്കാൻ പറ്റി. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിരുന്ന ഒരു സീന് അവിടെ ഒക്കെ ഭയങ്കര ഒരു ഡ്രീമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി, ഭയങ്കര ഒരു സംഭവമായില്ല. പിന്നെ അതായത് ഡ്രൈവർ അയാൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം തന്നു, എന്ത് വേണേലും ചെയ്തോന്ന് പറഞ്ഞു. അതുകൊണ്ട് സാധനം ഡ്രൈവ് ചെയ്യാൻ വരെ സമ്മതിച്ചു നമ്മളെ. നമ്മളെ ഡ്രൈവ് ഒക്കെ റെക്കോർഡിങ് കിട്ടിയില്ല. റെക്കോർഡിംഗ് ഉണ്ട്. ഓക്കെ, ഏതായാലും ഇപ്പൊ ഭയങ്കര വിശപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്ത്. ഏതായാലും ഇവിടെ വരുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യണം. അടിപൊളി സാധനം വെച്ചാൽ അടിപൊളിയാണ്, ഭയങ്കര റിയലി വെർത്താണ്.